ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസം പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഓം. ശങ്കരസ്തോത്ര തരംഗിണി പരമ്പര ഇന്നേക്ക് 194 ദിവസത്തിലേക്ക് പ്രവേശിച്ചു. ഏവർക്കും സ്വാഗതം. ഓം. ദക്ഷിണാമൂർത്തി അഷ്ടകം ഇന്ന് 19 ദിവസമാണ്. പാരായണം ചെയ്തിട്ട് നമുക്ക് നിലനിർത്തിയെടുത്തുനിന്ന് തുടരാം. ഓ ഓം. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ വസത് ഋഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ. ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. വടവിടഭി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാത്. ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖച്ഛേദദക്ഷം നമാമി.
ചിത്രം ബടധരോർമൂലേ വൃദ്ധാ ശിഷ്യാ ഗുരുർയുവാ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഃ നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അംഗുഷ്ടതർജനീ യോഗമുദ്രാ വ്യാജേന ദേഹിനാം ശ്രുത്യർത്ഥം ബ്രഹ്മജീവൈക്യം ദർശയന്നോവദാത് ശിവഃ. ഓം വിശ്വം ദർപ്പണദൃശ്യമാനനഗരീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യസ്സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ബീജസ്യാന്തരിവങ്കുരോ ജഗദിദം പ്രാങ് പുനഃ മായാകൽപിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീ വയസ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ യത്സാക്ഷാത്കരണാത് ഭവേന്ന പുനരാവൃത്തിർ ഭവാംബോ നിധൗ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതേ ജാനാമീതി തമേവ ബാന്ധം അനുഭാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദേഹം പ്രാണമപീന്ദ്രിയാണ്യപി ചലാം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലാന്തജഡോപമാസ്ത്വഹമിതി ഭ്രാന്താ ഭൃശം വാദിനഃ മായാശക്തിവിലാസകൽപിതമഹാവ്യാമോഹസംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. രാഹുഗ്രസ്തദിവാകരേന്ദു സദൃശോ മായാസമാച്ഛാദനാത് സന്മാത്രഃ കരണോപസംഹരണതോ യോ ഭൂത്സുഷുപ്തഃ പുമാൻ പ്രാഗസ്വാപ്സമിതി പ്രബോധസമയേ യഃ പ്രത്യഭിജ്ഞായതേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തദാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്തഃസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. വിശ്വം പശ്യതി കാര്യകാരണതയാ
സ്വസ്വാമി സംബന്ധതഃ ശിഷ്യാചാര്യതയാ തദൈവ പിതൃപുത്രാദ്യാത്മനാ ഭേദതഃ സ്വപ്നേ ജാഗ്രതിവായ യേഷ പുരുഷോ മായാ പരിഭ്രാമിതഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ഭൂരംബാംസ്യനലോ നിലോംബരമഹർനാദോ ഹിമാംശുഃ പുമാൻ ഇത്യാബാദിചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് കിഞ്ചന വിദ്യതേ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. സർവാത്മത്വമിതി സ്ഫുടീകൃതമിദം യസ്മാദമുഷ്മിൻ സ്തവേ തേനാസ്യ ശ്രവണാത് തദർത്ഥമനനാത് ധ്യാനാത് ച സങ്കീർത്തനാത് സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദീശ്വരത്വം സ്വതഃ സിദ്ധ്യേ തത്പുനരഷ്ടധാ പരിണതം ച ഐശ്വര്യമവ്യാഹതം. സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദീശ്വരത്വം സ്വതഃ സിദ്ധ്യേ തത്പുനരഷ്ടധാ പരിണതം ച ഐശ്വര്യമവ്യാഹതം. നാരായണ. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ശ്രീദക്ഷിണാമൂർത്തി സ്തോത്രം സമ്പൂർണം. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം. നാരായണ. യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ യത് സാക്ഷാത്കരണാത് ഭവേത് ന പുനരാവൃത്തിർ ഭവാംബോനിധൗ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ഈ ശ്ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യന്തം ഗഹനമായതുകൊണ്ട്, സർവവേദാന്ത സാരവും ഉൾക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു നടയ്ക്ക് പോകാൻ പറ്റിയ ഒരു ശ്ലോകം അല്ല എന്നറിയാം. അതുകൊണ്ട് നമ്മൾ 2-3 ദിവസങ്ങളായി അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര പറഞ്ഞാലും അതിനെ വ്യക്തമാക്കാൻ പ്രയാസമാണ്. അത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള യോഗ്യത കൊണ്ട് ഉൾക്കൊള്ളേണ്ടതാണ് ഈ തത്വത്തെ. ഓരോരുത്തരും ഇതിനെ എത്ര പറഞ്ഞാലും മനസ്സിലാക്കുന്നത് അവരവരുടേതായിട്ടുള്ള തലത്തിലാണ്. നല്ല സൂക്ഷ്മ ബുദ്ധിയും അതുപോലെ അന്ധകരണ ശുദ്ധിയും യോഗ്യതകളും ഉള്ള ആളുകൾ അതിൻ്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ആ അർത്ഥതലങ്ങളേക്ക് അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അത്യന്ത സ്ഥൂല ബുദ്ധികളും ബഹിർമുഖരും വിഷയലമ്പടന്മാരുമായിരിക്കുന്ന പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആഴം, ഇതിൻ്റെ ഔന്നത്യം ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ ആവുകയില്ല. അപ്പം അതിന് വേണ്ടത് ഈ വേദാന്ത തത്വങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ സ്വയം യോഗ്യത നേടണം. നമ്മൾ അതിനുള്ള പക്വത ആർജിക്കണം. അതിനുള്ളതായിട്ടുള്ള ചിത്തശുദ്ധിയും ബുദ്ധിയുടേതായിട്ടുള്ള ആ അന്വേഷിക്കാൻ, സത്യാന്വേഷണം ചെയ്യുവാനുള്ളതായിട്ടുള്ള അതിൻ്റെ യുക്തി സാമർഥ്യങ്ങളെയൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ മൂർച്ഛപ്പെടുത്തിയിരിക്കണം. അതിനാണ് വേദാന്തത്തിൽ പലതരത്തിലുള്ള വിവേക പ്രക്രിയകൾ.
വിവേക വിചാരം കൊണ്ടാണ് ബുദ്ധിക്ക് സൂക്ഷ്മമായി എല്ലാ ആഴതലങ്ങളിലേക്കും ആഴ്ന്നിറങ്ങാൻ, എത്ര കഠിനമായിട്ടുള്ള വിഷയങ്ങളിലേക്കും പെനിട്രേറ്റ് ചെയ്ത് ചെല്ലാൻ ആ ബുദ്ധിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഷാർപ്നെസ്, ഒരു മൂർച്ച അത് വേണം. ആ മൂർച്ച ഉണ്ടാവുന്നത് നമ്മൾ പല പ്രാവശ്യം ഈ ചാണയിലിട്ട് ഉരച്ചിട്ടാണ്, അല്ലേ? ബുദ്ധിയാകുന്ന വാളിനെ ചാണയിലിട്ട് ഉരച്ചോണ്ടേയിരിക്കണം. ഏത് ചാണയാണ് ഇവിടെ? വിവേക വിചാരമാകുന്ന ചാണ. ആ ബുദ്ധിയെ വേണ്ട രീതിയിൽ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടേയിരുന്നാൽ അതിൽ തുരുമ്പുണ്ടാവില്ല, അത് മൂർച്ചയേറിയതായി മാറും എന്നർത്ഥം. അപ്പോൾ നിത്യാനിത്യ വസ്തു വിവേകം, ആത്മാനാത്മ വിവേകം, ദൃഗ്ദൃശ്യ വിവേകം, ശരീരത്രയ വിവേകം, പഞ്ചകോശ വിവേകം, അവസ്ഥാത്രയ വിവേകം, ഇങ്ങനെയൊക്കെ കുറേ വിവേക പ്രക്രിയകൾ വേദാന്ത വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ പ്രക്രിയകളൊക്കെ കഴിയുമ്പോഴാണ് ഈ മഹാവാക്യത്തിൻ്റെയൊക്കെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാനുള്ളതായിട്ടുള്ള ഒരു ബുദ്ധിക്ക് സാമർഥ്യം, ആ ബുദ്ധിയുടെ ഉള്ളിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവാൻ ഉണ്ട്, ഒരു വികാസം വരാനുണ്ട്. അതുപോലെ അന്ധക്കരണ ശുദ്ധിയും വേണം. പറയുന്ന ആചാര്യനോടോ ശാസ്ത്രങ്ങളോടോ മത്സരബുദ്ധിയോടുകൂടി സമീപിച്ചാൽ ഇതൊരിക്കലും പ്രകാശിക്കുകയില്ല ഈ അറിവ്. അപ്പോൾ ആരാണോ ഉപദേശിക്കുന്നത് ആ ഗുരുക്കന്മാരിൽ വിശ്വാസവും സത്യബുദ്ധിയും ശാസ്ത്രങ്ങളിൽ സത്യബുദ്ധിയുമാകുന്ന ശ്രദ്ധ അത് നല്ലോണം വേണം. അങ്ങനെയുള്ളവർക്ക് ഈ തത്വം വെളിവായി കിട്ടും. നമ്മൾ ഒന്നാമത്തെ വരി കണ്ടു. യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസതേ. ഈ അസത്തായി പ്രകാശിക്കുന്നതായിട്ടുള്ള, ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്ന പ്രതിഭാസങ്ങളായിരിക്കുന്ന ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം ഏതൊന്നിനെ ആശ്രയിച്ചാണ് പ്രകാശിക്കുന്നത്, ഏതൊരു സത്യവസ്തുവാണ് അതിൻ്റെ എല്ലാം ഉണ്മ കൊടുക്കുന്നത്, അതിനെല്ലാം എക്സിസ്റ്റൻസ് കൊടുക്കുന്നത്, ആ വസ്തുവാണ് ഇവിടെ നമ്മൾ ദക്ഷിണാമൂർത്തിയായിട്ട് നമസ്കരിക്കുന്നത്. തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ. അപ്പോൾ ആ സത്യവസ്തുവിനെയാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ആ പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന, എല്ലാം ശൂന്യപ്രായത്തിൽ ആയിരുന്നപ്പോഴും ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു തത്വം, അതില്ലാതിരുന്നിട്ടില്ല. അതില്ലാതിരുന്നുവെങ്കിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ശൂന്യത്തിൽ നിന്ന് ഇവിടെ ഒന്നും ഉണ്ടാകാൻ സാധ്യമല്ല. ശൂന്യത്തിൽ നിന്നല്ല ഇവിടെ കാണുന്നതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഏതോ ഒന്ന് ഉണ്ടായിരുന്നു. ആ ഉള്ളത് സംതിങ് വാസ് എന്ന് നമ്മൾ പറയാം. ആ സംതിങ് വാസ് തന്നെയാണ് ഇപ്പോൾ ദിസ് ഈസ് എന്ന് നമ്മൾ വ്യവഹരിക്കുന്നത്. ഇത് ഓരോന്നിനെയും നമ്മൾ തൊട്ട് ദിസ് ഈസ് എന്ന് ആ ഈസ്നെസ് ഉണ്ടല്ലോ ഓരോ വസ്തുവിലും. ഈസ് എന്ന് പറയുന്നതായിട്ടുള്ള അതിൻ്റെ അസ്തിത്വം, അത് ആ സംതിങ് വാസ്. ആ വാസ് എന്നുള്ളത് അന്ന് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് പറയുമായിരുന്നെങ്കിൽ ഈസ് എന്ന് പറയണമല്ലോ. നമ്മൾ കാലത്തിൻ്റെ വെളിച്ചത്തിലാണ് വാസും ഈസും ഒക്കെ പ്രയോഗിക്കുന്നത്. അന്നുണ്ടായിരുന്നതിനെ ഇന്ന് ഉണ്ട് എന്ന് പറയണം. അപ്പം അന്നുണ്ടായിരുന്നത് തന്നെയാണ് ഇന്ന് ഉള്ളത്. ഗോൾഡ് വാസ്, നൗ ഇറ്റ് ഈസ് ഓർണമെന്റ്. മഡ് വാസ്, നൗ ഇറ്റ് ഈസ് പോട്ട്. അല്ലേ? അതുപോലെ ഇന്നലെ മണ്ണായിരുന്നു, ഇന്നത് പാത്രമായി മാറി. ഇന്നലെ സ്വർണമായിരുന്നു, ഇന്നത് ആഭരണമായി മാറി. വളയും കമ്മലും മോതിരവുമൊക്കെയായി മാറി, പരിണമിച്ചു. വാസ്തവത്തിൽ
വസ്തുവിന് പരിണാമമൊന്നും സംഭവിച്ചിട്ടില്ല, രൂപത്തിനാണ് പരിണാമം സംഭവിച്ചത്. അപ്പോൾ നമ്മൾ നാമവും മാറ്റിക്കൊടുത്തു. രൂപപരിണാമത്തിനനുസരിച്ച് നമ്മൾ നാമവും മാറ്റിക്കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വസ്തുവിനോട് ചോദിച്ചാൽ ഞാൻ വളയൊന്നും ആയിട്ടില്ല, ഞാൻ മാലയൊന്നും ആയിട്ടില്ല എന്ന് ആ സ്വർണം പറയുമായിരുന്നു. നമ്മൾ സ്വർണത്തോട് അനുവാദം ചോദിച്ചിട്ടല്ല സ്വർണത്തിൻ്റെ പേര് മാറ്റിയത്. നമ്മൾ അനുവാദം ചോദിച്ചിട്ടില്ല. സ്വർണമേ നിന്നെ ഞാൻ വളയെന്ന് വിളിച്ചോട്ടെ, സ്വർണമേ നിന്നെ ഞാൻ മാലയെന്ന് വിളിച്ചോട്ടെ എന്ന് നമ്മൾ അനുവാദം ചോദിച്ചിട്ടല്ല. അപ്പം നമ്മളിപ്പോഴും ആ മാലയോട് ചെന്ന് ചോദിച്ചാൽ, നീ സ്വർണമോ മാലയോ എന്ന് ചോദിച്ചാൽ, ഞാൻ അന്നും സ്വർണം തന്നെ ഇന്നും സ്വർണം തന്നെ എന്ന് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. ഇനി നമ്മളെപ്പോലെ അജ്ഞാനി ആയിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ മാലയാ, ഞാനിപ്പോൾ ഇന്നാളുടെ രാജാവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയാ എന്നൊക്കെ ചിലപ്പോൾ നമ്മളെപ്പോലെ ആയിട്ടുണ്ടെങ്കിൽ സ്വർണം പറഞ്ഞു എന്നും വരും. സ്വർണത്തിന് തന്നെ സ്വയം ഭ്രമം സംഭവിച്ചോന്നറിയില്ല. അത് ഭ്രമിച്ചിട്ട് ഞാൻ ഇന്ന സിനിമാ സ്റ്റാറിൻ്റെ കഴുത്തിലാണ് കിടക്കണത്, അല്ലെങ്കിൽ ഇന്ന VVIPയുടെ സെലിബ്രിറ്റിയുടെ കഴുത്തിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കഴുത്തിലാണ്, അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ കഴുത്തിലാണ്, അല്ലെങ്കിൽ അയാളുടെ ഭാര്യയുടെ കഴുത്തിലാണ് എന്നൊക്കെ അതിന് ഭ്രമം ഉണ്ടായോ എന്നറിയില്ല. നമുക്ക് അതിനോട് തന്നെ ചോദിക്കണം. അപ്പം നമ്മൾ അതിനോട് ചോദിച്ചിട്ടല്ല അതിൻ്റെ പേര് മാറ്റിയത്. അതിപ്പോഴും സ്വർണം തന്നെയാണ്. എത്ര സ്വർണം മുമ്പുണ്ടായിരുന്നോ അത് തന്നെയാണ് ഇപ്പോൾ ഈ ആകൃതിയിലിരിക്കുമ്പോഴും ഉള്ളത്. അത് സ്വർണം വളയായി പരിണമിച്ചപ്പോൾ കുറഞ്ഞൊന്നുമില്ല, മാലയായപ്പോഴും കുറഞ്ഞൊന്നുമില്ല. ആ സ്വർണം അവിടെ തന്നെ ഉണ്ട്. എത്ര പവൻ മുമ്പുണ്ടായിരുന്നോ അതിനെ തന്നെയാണ് നിങ്ങൾ ഇത്രയും ആക്കി മാറ്റിയത്. അപ്പം അതുപോലെ മുമ്പേ ഉണ്ടായിരുന്ന ആ വസ്തുവിൻ്റെ അസ്തിത്വം തന്നെയാണ് ഇന്നത്തെ കാണുന്നതായിട്ടുള്ള നാനാത്വത്തിൻ്റെ മുഴുവൻ അസ്തിത്വം. അല്ലാതെ ഇതിനൊന്നും സ്വതന്ത്രമായിട്ടുള്ളൊരു അസ്തിത്വം ഇല്ല. ഇറ്റ് റിലൈ അപ്പോൺ ദാറ്റ് റിയാലിറ്റി. ആ പരമമായ സത്യത്തെ ചാരിയാണിതെല്ലാം നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ പരമമായ സത്യത്തിൽ ആരോപിതമായിട്ടുള്ള നാമരൂപങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകം, ഈ ജഗത്ത്, ഈ മാറിക്കൊണ്ടിരിക്കുന്ന അസത്കൽപ്പാർത്ഥകം ഭാസത്തെ. ഇത് നിത്യവും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട, നിത്യവും നമ്മൾ ധ്യാനിച്ചുറപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ ദിവസവും പറയുന്നത്. ഒരു വിരോധമില്ല പറയാൻ. അടുത്ത മന്ത്രത്തിലേക്ക് കടക്കാം. അടുത്ത വചനം, സാക്ഷാത് തത്വമസീതി വേദവചസ യോ ബോധയതി ആശ്രിതാൻ. യഹ ആശ്രിതാൻ ബോധയതി. ആരാണോ തന്നെ ആശ്രയിച്ചിരിക്കുന്ന എല്ലാ യോഗ്യതകളും തികഞ്ഞതായിട്ടുള്ള ആ ശിഷ്യനായിക്കൊണ്ട് ഉപദേശിക്കുന്നത്, താൻ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള പക്വത ആർജിച്ചിട്ടുണ്ട്, അതിനുള്ള അധികാരി ആയിട്ടുണ്ട്, ക്വാളിഫൈഡ് ആണ്, തെറ്റിദ്ധരിക്കുകയില്ല എന്ന് ബോധ്യം വരുമ്പോഴേ ഗുരുക്കന്മാർ ഇതുപോലെയുള്ള മഹത്തായ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ രഹസ്യം എന്ന് പറയുന്നത്. രഹസ്യം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇവിടുത്തെ ആരായാലും, ഏത് ദേശത്തും ഏത് കുലത്തിലും ഏത് അച്ഛനും അമ്മയ്ക്കും ജനിച്ചാലും, ആണായാലും പെണ്ണായാലും കുട്ടിയായാലും, ഒരു വ്യക്തിയെ മാറ്റി നിർത്താനല്ല പറയുന്നത്. അയാൾക്ക് ഇതിനുള്ള പാകത ഉണ്ടാവണം, ഇത് ഗ്രഹിക്കാനുള്ളതായിട്ടുള്ള യോഗ്യത ഉണ്ടാവണം, മെറിറ്റ് ഉണ്ടാവണം, ക്വാളിഫൈഡ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും ജാതി, മതം, ദേശം അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ളതായിട്ടുള്ള വകതിരിവും ഈ ബ്രഹ്മജ്ഞാന ഉപദേശത്തിന് കൽപ്പിച്ചിട്ടില്ല. കാരണം ആർക്കിത് ഗ്രഹിക്കാൻ സാമർഥ്യമുണ്ടോ അവരൊക്കെ അതിന് അധികാരികളാണ്. അതിപ്പോൾ യൂറോപ്പിൽ ജനിച്ചാലും, അമേരിക്കയിൽ ജനിച്ചാലും, ആഫ്രിക്കയിൽ ജനിച്ചാലും, അറേബ്യയിൽ ജനിച്ചാലും, എവിടെ ജനിച്ചാലും പ്രശ്നമല്ല. അത് ഏത് വർണ്ണത്തിൽപ്പെട്ടവരായാലും കുഴപ്പമില്ല, ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും കുഴപ്പമില്ല. നമ്മളെന്ന് പറയുന്ന
ഒരടിസ്ഥാനവും ഇല്ലാത്ത ജാതി എന്ന് പറയുന്നതായിട്ടുള്ള വൃത്തികേട്, അത് ഏതായിക്കോട്ടെ, ആ വിവരക്കേടും വൃത്തികേടുമായിരിക്കുന്ന ജാതി എന്ന് പറയുന്നതായിട്ടുള്ള വ്യവസ്ഥ ഒട്ടും ശാസ്ത്രീയതയില്ലാത്തതായിട്ടുള്ള ആ വ്യവസ്ഥ, മൂഢന്മാരുടെ സൃഷ്ടി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഓരോരുത്തരെ ഓരോ പേര് വിളിച്ചിരിക്കുന്നത്? അത് മറന്നുകൊണ്ട് ഇപ്പോഴും അതേ പേര് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അതല്ലാത്തവരെ ആരെന്തല്ലയോ ആ പേര് അവർക്ക് ആരോപിച്ച് വിളിക്കുകയാണ്. നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞാൽ പേര് പൊന്നമ്മാള്, കഴുത്തിൽ വാഴനാര് എന്ന് പറയും. പൊന്നമ്മാള് എന്ന് പേരിടാൻ ഇപ്പോൾ വല്ല പ്രശ്നമുണ്ടോ? വിട്ടു അങ്ങോട്ട്. എന്നിട്ടോ കഴുത്തിലെന്താണ്? നല്ലൊരു താലിച്ചരട് പോലും ഇല്ല. വാഴനാരാണ് കഴുത്തിൽ താലിച്ചരടിന് പോലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മറ്റു മാലകളുടെ കാര്യം, നെക്ലേസിൻ്റെ കാര്യമൊന്നും പറയാനില്ലല്ലോ. ഒരു നല്ല കയറ് വാങ്ങിക്കാൻ, ഒരു മഞ്ഞ ചരട് വാങ്ങിക്കാൻ പോലും ഗതിയില്ലാത്തത് കൊണ്ടാണ് വാഴനാരുകൊണ്ട് താലിച്ചരട് കോർത്തിരിക്കുന്നത്. എന്നിട്ട് പേരെന്താണ്? പൊന്നമ്മാള്. അതുപോലെയാണ് ഇപ്പോൾ പറയുന്നതായിട്ടുള്ള ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അല്ലെങ്കിൽ നായർ, അയ്യർ, നമ്പൂരി, ഭട്ടാരി, പല പേരുകളും വിളിക്കുന്നതൊന്നും ഒരർത്ഥമില്ലാത്ത പേരുകളാണ്. ഒരർത്ഥമില്ലാത്ത പേരുകളാണ്. അന്ന് അർത്ഥമുണ്ടായിരുന്നു. അന്ന് ഓരോരോ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന ആളുകൾക്ക് കൊടുത്തിരുന്ന സ്ഥാനപ്പേരുകളാണ്. ഇന്ന് വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, ജില്ലാ കലക്ടർ, അല്ലെങ്കിൽ മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറയുന്ന അതിന് സമാനമായിട്ടുള്ള മലയാള പദങ്ങളാണ് അന്ന് കൊടുത്തിരുന്നത്. ഏത് പ്രവൃത്തി എടുത്തിരുന്നോ, ഏത് സ്ഥാനത്തിരുന്നുവോ ആ സ്ഥാനത്തിൻ്റെ ടൈറ്റിലാണ് അന്ന് കൊടുത്തിരുന്നത്. അത് പിന്നീട് പരമ്പരയായി ഏറ്റുവാങ്ങി. എൻ്റെ ഉപ്പാപ്പാക്കൊറ ആനയുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ ആസനത്തിലും തഴമ്പുണ്ട് എന്ന് പറയും പോലെ. ഞാൻ ആനയെ കണ്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെ എൻ്റെ ആസനത്തിൽ തഴമ്പുണ്ടാവുക? ഒരു ബന്ധവുമില്ല അതുമായിട്ട്. ആനയുടെ ചങ്ങല പോലും കിടപ്പില്ല ഇപ്പോൾ അവിടെ. ആനയുടെ പിണ്ടത്തിൻ്റെ വാസനയും പോയി. ഒന്നുമില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ. പണ്ടെങ്ങാണ്ടോ 4 തലമുറ മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പൊങ്ങച്ചവും പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെയാണ് ഇന്നത്തെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത് എന്നോ ഉന്മൂലനം ചെയ്യാൻ വൈകി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി നമ്മുടെ ഭരണാധികാരികൾ അതിനുള്ള വ്യവസ്ഥ ചെയ്യണമായിരുന്നു. പോട്ടെ, കുറേ പിന്നോക്കം നിൽക്കുന്നതായിട്ടുള്ള ആളുകളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കുറേ കാലം ചില വ്യവസ്ഥകൾ, ചില പരിഗണനകൾ കൊടുത്തു. സംവരണം എന്ന് പേര് കൊടുത്തു. ശരി, ആയിക്കോട്ടെ, അവർക്കും അവസരങ്ങൾ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ഉള്ളതായിട്ടുള്ള വ്യവസ്ഥകൾ ചെയ്തു. അത് എത്ര കാലം? അതിനൊരു പരിധി വെച്ചിട്ടുണ്ട്. അതൊക്കെ തുടച്ചു നീക്കേണ്ടതായിട്ടുള്ള കാലം എപ്പോഴോ കഴിഞ്ഞു. 77ാമത്തെ വർഷത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അല്ല, 73ാമത്തെ വർഷം, സോറി, അല്ലേ? അതെ, 73 വർഷം കഴിഞ്ഞു. 74ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും ഇത്രയും കാലം ഭരിച്ചവരുടെ കൊള്ളരുതായ്മയാണ് ഇത്രയും കാലം കൊണ്ട് ആ പിന്തള്ളപ്പെട്ടതായിട്ടുള്ള സമൂഹത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ കൊള്ളരുതായ്മകൾ തന്നെയാണ്. അവരുടെ ചൂഷണം ചെയ്യുക തന്നെയായിരുന്നു ഇത്രയും കാലം. ആ പേരും പറഞ്ഞ് പലതും ഉണ്ടാക്കി. കിട്ടേണ്ടവർക്കൊന്നും കിട്ടിയില്ല. കോരൻ ഇപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്. ആ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടതിനെ ഉപയോഗിച്ചില്ല. സ്വാർത്ഥരായിട്ടുള്ള, സാമർഥ്യമുള്ളതായിട്ടുള്ള ഏതാനും കുറച്ച് ആൾക്കാർ അത് നല്ല രീതിയിൽ തട്ടിയെടുത്തു, ആ ആനുകൂല്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്ത് ഈ ഭാരതത്തിൽ എല്ലാവർക്കും തുല്യ അവകാശം, മെറിറ്റിനനുസരിച്ച് ഓരോ സ്ഥാനമാനങ്ങൾ, അവനവൻ്റെ കഴിവ് തെളിയിച്ച ശേഷം ഓരോ സ്ഥാനമാനങ്ങൾ എന്നുള്ളത്
നിലവിൽ വന്നാൽ മാത്രമേ ഈ ഭാരതം അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ. ഭാരതത്തിൻ്റെ എല്ലാ രംഗത്തും ഭാരതം ശോഭിക്കണമെങ്കിൽ ഈ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള അതിപ്രസരം, ജാതീയതയുടെ, വർഗീയതയുടെ, മതത്തിൻ്റെ, ന്യൂനപക്ഷം, ദളിത്, ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള പദങ്ങൾ തന്നെ നമ്മുടെ ഡിക്ഷണറികളിൽ നിന്ന് പോകണം. എല്ലാവരും മനുഷ്യന്മാർ, എല്ലാവരും തുല്യ അവകാശമുള്ളവർ. ഏതെങ്കിലും തരത്തിൽ ഡിപ്രൈവ്ഡ് ആയിരിക്കുന്ന, ഏതെങ്കിലും കാരണങ്ങളാൽ പിന്നോക്കം തള്ളപ്പെട്ടിട്ടുള്ളവരെ ബാക്കിയുള്ളവരും കൂടി സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. അത് മനുഷ്യത്വം. അങ്ങനെ എന്ന് നമ്മുടെ രാജ്യം ആ ഒരു വ്യവസ്ഥയിലേക്ക് വരുന്നുവോ, അപ്പോൾ മാത്രമേ നല്ലോണം മുന്നോട്ട് വരാൻ പറ്റുള്ളൂ ഭാരതത്തിന്. അതാണ് സനാതനധർമ്മം. സനാതനധർമ്മത്തിൻ്റെ അടിത്തറ ഈ ഒരു വ്യവസ്ഥയാണ്. മെറിറ്റിനനുസരിച്ച് ഓരോരുത്തർക്കും സ്ഥാനമാനങ്ങൾ, അല്ലാതെ ജാതിക്കോ വർണ്ണത്തിനോ അനുസരിച്ചല്ല. മെറിറ്റിനാണ് സ്ഥാനം. ആ മെറിറ്റ് തിരിച്ചറിയാൻ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ വേണം. ഏത് രംഗത്താണെങ്കിലും ആ മെറിറ്റ് തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങളാണ് വേണ്ടത്. എന്നിട്ട് അതാത് രംഗത്ത് അതാത് ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കണം. അതിന് ഈ രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള സ്വാധീനം, അതിപ്രസരം, സ്വജനപക്ഷപാതം, എൻ്റെ പാർട്ടിക്കാർക്ക്, എൻ്റെ ബന്ധുക്കൾക്ക് അവസരം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിന്, എൻ്റെ ദേശക്കാർക്ക് എന്നൊക്കെ സങ്കുചിത ചിന്തകൾ വരുംതോറും ഈ വ്യവസ്ഥകൾ മാറുകയേ ഇല്ല. ഓരോരുത്തരും അവരവർക്ക് കിട്ടാനുള്ളത് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു സംഘടനകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓരോരോ സംഘടനകൾ, ജാതീയ സംഘടനകൾ അല്ലെങ്കിൽ പ്രാദേശിക സംഘടനകൾ ഓരോരുത്തരുണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരവരുടേതായിട്ടുള്ള സ്വാർത്ഥത നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റി എല്ലാവരും തുല്യരാണ്, ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം എന്നുള്ള നിയമം പ്രാബല്യത്തിൽ വരണം. അതിരിക്കട്ടെ, നമ്മൾ വഴിതെറ്റി പോണ്ട. എല്ലാം ആവശ്യമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്, ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജാതി വ്യവസ്ഥ എന്നുള്ളത് ഏറ്റവും നിന്ദ്യമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ആ നമ്മുടെ പൂർവീകരടിച്ചേൽപ്പിച്ച കറകളൊക്കെ പോകണം. നമ്മുടെ പൂർവീകർ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ഈ കറകൾ കാലാകാലങ്ങളായി അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അത് പോകണം, നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ പോകണം. നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ആ ഒരു ദൃഷ്ടി ഉണ്ടാവണം. ശുദ്ധമായ, നിഷ്കളങ്കമായ, വിശാലമായ ദൃഷ്ടി. അല്ലാതെ അവൻ ഇന്ന ജാതി, അവൻ ഇന്ന ജാതി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരോടും പ്രത്യേകമായിട്ടുള്ള രാഗദ്വേഷങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ഒരു സമീപനം, അത് നമ്മൾ മാറ്റിയെടുക്കണം. അത് നമ്മൾ ഈ വേദാന്ത വിചാരം ചെയ്യുമ്പോൾ മാത്രമേ അത് മാറുള്ളൂ. നമ്മുടെ ഈ തത്വശാസ്ത്രത്തെ നമ്മളെടുത്ത് വാരി വെതറണം. സനാതനധർമ്മം, നമ്മുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഉദ്ഘോഷിക്കുന്നതായിട്ടുള്ള ഈ തത്വങ്ങളെ നമ്മൾ വാരി വെതറണം. അപ്പോൾ ആർക്കും ഈ വേദാന്തം സ്വീകരിക്കാം, ആർക്കും ബ്രഹ്മജ്ഞാനത്തിന് അധികാരം ഉണ്ട്. അത് മനുഷ്യനാവണമെന്ന് പോലും നിർബന്ധമില്ല. ബുദ്ധിയുണ്ടോ, സാമർഥ്യമുണ്ടോ, അത് കുരങ്ങന്മാരാണെങ്കിലും മറ്റ് ജന്തുക്കളാണെങ്കിലും അവർക്കും അർഹതയുള്ള രാജ്യമാണ് ഭാരതം, അല്ലേ? ഹനുമാൻ സ്വാമിയെ നോക്കിയിട്ട് ശ്രീരാമസ്വാമി പറയുന്നു സീതാദേവിയോട്, ബ്രഹ്മോപദേശത്തിന് നിർമ്മലമായ പാത്രമാണിവൻ. ബ്രഹ്മോപദേശത്തിന് നിർമ്മലമായ പാത്രം ഒരു വാനരനെ കാണിച്ചിട്ടാണ് ശ്രീരാമസ്വാമി പറയുന്നത്. അതേ ശ്രീരാമസ്വാമിയുടെ മേലെയാണ് ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ആരോപിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാതെ. അപ്പോൾ വാനരന്മാരെ പോലും ബ്രഹ്മോപദേശത്തിന് യോഗ്യരാണ് അവർ എന്ന്
അംഗീകരിക്കുന്നതായിട്ടുള്ള ആ സനാതനധർമ്മം, അത് ശബരിയെ പോലെയുള്ളതായിട്ടുള്ള കാട്ടാള സ്ത്രീകളെ പോലും ബഹുമാനിക്കുന്നതായിട്ടുള്ള ആ ധർമ്മം, ആ ശബരി കൊടുത്തതായിട്ടുള്ള നിവേദ്യങ്ങളെ അമൃതം പോലെ സ്വീകരിച്ചതായിട്ടുള്ള ആ ശ്രീരാമനെയാണ് മൂഢജനങ്ങൾ നിന്ദിക്കുന്നത്, തെറ്റിദ്ധരിച്ച് വേണ്ടാത്തത് പറയുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുഹനെ സ്വന്തം സഹോദരനെ പോലെ ആലിംഗനം ചെയ്ത് സ്വന്തം സുഹൃത്തായി ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ഭഗവാനെ, രാമനെ, സുഗ്രീവനെ പോലൊരു വാനരന് അഭയം കൊടുത്ത, വിഭീഷണനെ പോലൊരു രാക്ഷസന് അഭയം കൊടുത്ത ആ ഭഗവാനെ തെറ്റിദ്ധരിക്കുന്ന മൂഢജനങ്ങൾ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ബ്രഹ്മജ്ഞാനത്തിന് എല്ലാവരും അധികാരികളാണ്. പക്ഷെ എന്ത് വേണം? ഈ ആന്തരികമായിട്ടുള്ളൊരു വികാസം വേണം. ഈ ആന്തരികമായിട്ടുള്ള വികാസവും ശുദ്ധിയുമാണ് ഏറ്റവും പ്രധാനം. അത് ആർക്കുണ്ടോ അവൻ ആരായിക്കോട്ടെ, എവിടെയുള്ളവനായിക്കോട്ടെ, ഹീസ് ഫിറ്റ്, ഹീസ് ഡിസർവിങ് എന്നർത്ഥം. യോ ബോധയതി ആശ്രിതാൻ സാക്ഷാത് തത്വമസീതി വേദവചസ. അപ്പം തത്വമസി എന്ന വേദവചസ്സുകൊണ്ട്, വചസ്സിനാൽ ആരാണോ ഉപദേശിക്കുന്നത്, അപ്പം തത്വമസി, ആ വിചാരത്തിലേക്ക് പോവാം നമുക്ക്. ചാന്തോക്യ ഉപനിഷത്തിലെ മഹാമന്ത്രം ആണത്. മഹാവാക്യം എന്നറിയപ്പെടുന്നതായിട്ടുള്ള ഉപദേശവാക്യമാണ് തത് ത്വം അസി. അപ്പം ആദ്യം അക്ഷരങ്ങൾ എന്താണെന്ന്, ആ വാക്കുകൾ ഏതൊക്കെയാണെന്നാണ് അറിയേണ്ടത്. തത് ത്വം അസി, അത് നീ ആകുന്നു എന്നാണ് അതിൻ്റെ സാമാന്യമായിട്ടുള്ള അക്ഷരാർത്ഥം. ഇനി അതിനെ കൂടുതൽ ഇതാകുമ്പോൾ ഇവിടെ ഏതിനെയാണ് തത്തെന്ന് ഉദ്ദേശിച്ചത്, അല്ലേ? തത്തെന്ന് പറഞ്ഞത് അത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ത്വം എന്ന് പറഞ്ഞാൽ നീ എന്ന് മാത്രമേ അക്ഷരാർത്ഥമുള്ളൂ. അസി എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ്. അത് നീ ആകുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് ചോദ്യം, അല്ല ഈ അതെന്ന് പറഞ്ഞത് ഏതിനെയാണ്, ത്വം എന്ന് പറഞ്ഞത് എന്തിനെയാണ് എന്ന് വീണ്ടും വിചാരം ചെയ്യുമ്പോഴാണ് ഈ തത് ത്വം എന്നുള്ള രണ്ട് പദങ്ങളുടെ വാച്യാർത്ഥത്തെ ആദ്യം ഉറപ്പിക്കുക. വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് ആരെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്, ആരെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ തത്പദം. തത്പദം എന്നുള്ളതൊരു സർവനാമ ശബ്ദമാണ്, ഒരു പ്രോണൗൺ. അത് ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും പറയാവുന്നതാണ്. അത് എന്ന് പറഞ്ഞാൽ അത് ഏതുമാകാം. ആ കഴുതയുമാകാം, പോത്തുമാകാം, സിംഹവുമാകാം, ആനയുമാകാം, മരവുമാകാം, മലയുമാകാം. അത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതാണ് ഞാൻ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ തത്പദത്തിൻ്റെ വാച്യാർത്ഥത്തെ ആദ്യം അന്വേഷിക്കുന്നത്. ആ തത്പദത്തിൻ്റെ വാച്യാർത്ഥം ഏതാണ് ഇവിടെ തത്പദം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇവിടെ ഏതിനെക്കുറിച്ചാണോ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നാണ് ആ തത്പദം ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ശിഷ്യനായ ശ്വേതകേതുവും ഗുരുവായ അച്ഛനായ ഉദ്ദാലകനും തമ്മിലുള്ള ചർച്ചയാണ്. അപ്പോൾ ആ അച്ഛൻ മകനോട്, വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന് ഗർവിഷ്ഠനായി നിൽക്കുന്ന മകനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ശ്വേതകേതു എന്ന് പറഞ്ഞതായിട്ടുള്ള വിദ്യാർത്ഥി അല്ലെങ്കിൽ ബാലൻ മറ്റൊരു ഗുരുവിൻ്റെ കീഴിൽ 10-12 വർഷം ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗൃഹത്തിലേക്ക് തിരിച്ചു വന്നതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ വരവൊക്കെ കണ്ടപ്പോൾ അച്ഛന് തന്നെ മനസ്സിലായി ഇവൻ വേണ്ടതൊന്നും പഠിച്ചിട്ടില്ല എന്ന്. നമ്മുടെ ഇന്നത്തെ വിദ്യാർത്ഥികളെ പോലെ, ഇന്നത്തെ നമ്മുടെ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വൃത്തികേടുകളൊക്കെ, അല്ലേ, നമുക്കറിയാം അവരെന്താ പഠിച്ചതെന്ന്. അത് നോക്കിയാൽ ഇന്നത്തെ പാലക്കാട് വിക്ടോറിയ കോളേജിലൊക്കെ പോയാൽ നമുക്ക് അറയ്ക്കും. നമ്മളൊക്കെ പഠിച്ച സ്ഥലമാണ് അതൊക്കെ. പക്ഷെ എന്നാൽ അവിടുത്തെ മാഷ്മാർ തന്നെ നമ്മളോട് പറയണം അവിടേക്കൊന്നും വരരുതേന്ന്. സ്വാമി ആ വഴിക്കൊന്നും വന്നു പോകരുതേ, സ്വാമിക്ക് കാണാൻ പറ്റില്ല അവിടുത്തെ രംഗങ്ങൾ എന്ന്. ഈ അച്ഛനമ്മമാർ പിള്ളേരെയൊക്കെ വീട്ടിൽ നിന്ന് വിടുന്നുണ്ട് സ്കൂളിലേക്കും കോളേജിലേക്കും എന്ന് പറഞ്ഞിട്ട്. ആ പിള്ളേർ എന്തൊക്കെയാണ് അവിടെ കാണിക്കണത് എന്ന് ഒന്ന് അന്വേഷിക്കുന്ന പോലുമില്ല. അതുപോലെയുള്ള കൊള്ളരുതായ്മകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതുപോലെ അന്നത്തെ കാലത്ത് ശ്വേതകേതു എന്നുള്ളതായിട്ടുള്ള ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്ന കുട്ടിത്തിരി തല ഉയർത്തി നെഞ്ചി വിരിച്ച് ഗർവിഷ്ഠനായി നടന്ന് എല്ലാം അറിഞ്ഞവൻ എന്നുള്ള ഭാവം കാണിച്ചു. അത്രേ വേണ്ടി വന്നുള്ളൂ അച്ഛന് മകനെ മനസ്സിലാക്കാൻ ഇവൻ ഒന്നും അറിഞ്ഞില്ല എന്ന്, ഇവൻ പോയ കാര്യം നടന്നിട്ടില്ല എന്ന്. അപ്പോഴാണ് അച്ഛൻ മകനോട് ചോദിച്ചത്, ഏതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി ഭവിക്കുമോ, അതിനെക്കുറിച്ച് അറിഞ്ഞോ മോനെ നീ എന്ന് ചോദിച്ചു. ഏതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി ഭവിക്കുമോ, ആ വിഷയം നീ അറിഞ്ഞോ, ആ തത്വം നീ അറിഞ്ഞോ മോനെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മോൻ പറഞ്ഞത്, അഹങ്കാരത്തോടുകൂടി പറയാണ്, അയ്യോ അതൊന്നും എൻ്റെ മാഷക്ക് അറിയില്ല. അവിടെ മാഷല്ല, ഗുരു. എൻ്റെ ഗുരുവിന് അതൊന്നും അറിയില്ല, അങ്ങേര് അതൊന്നും പറഞ്ഞു തന്നില്ല. അപ്പോൾ ഗുരുവിലാണ് അതിൻ്റെ കുറ്റം ആരോപിച്ചത്. അപ്പോൾ ഗർവത്തോടുകൂടി അങ്ങനെ മറുപടി പറഞ്ഞു. അപ്പോൾ വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ കുട്ടിയുടെ ഉള്ളിൽ ജിജ്ഞാസ ഉണ്ടായത്. കുറച്ച് നല്ല കുട്ടിയാണ്, നല്ല അച്ഛൻ്റെ മകനല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ ഉള്ളിൽ ജിജ്ഞാസ ഉണ്ടാക്കാൻ ചില ചോദ്യങ്ങളെ കൊണ്ട് അച്ഛന് സാധിച്ചു. അങ്ങനെ ആ കുട്ടി ജിജ്ഞാസുവായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വിധേയനായി കൊണ്ട് നിൽക്കുകയാണ്. അച്ഛാ, എന്നാ അച്ഛൻ പറഞ്ഞു തരുമോ അത് എന്ന്. അപ്പോഴാണ് കുട്ടിക്ക് ചില പരീക്ഷണങ്ങളൊക്കെ അച്ഛൻ കൊടുക്കുന്നത്. അങ്ങനെ ആ പരീക്ഷണങ്ങളിലൊക്കെ കുട്ടി അച്ഛൻ വിചാരിച്ച പോലെ തന്നെ വേണ്ട നിരീക്ഷണങ്ങളൊക്കെ നടത്തി ചില കാര്യങ്ങൾ അച്ഛനോട് വന്ന് മറുപടി പറയുന്നതിന് ഉത്തരമായിട്ടാണ്, അല്ലെങ്കിൽ അതിന് കൂടുതൽ വ്യാഖ്യാനമായിട്ടാണ് ഈ ഉദ്ദാലകൻ എന്ന ഋഷി ശ്വേതകേതു എന്നതായിട്ടുള്ള ബാലന് തൻ്റെ പുത്രന് ആ പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ആ സത്യം അതാണ് ആത്മാ, അത് നീ തന്നെയാകുന്നു ശ്വേതകേതോ. സ ആത്മാ തത്വമസി ശ്വേതകേതോ, സ ആത്മാ തത്വമസി ശ്വേതകേതോ എന്ന് പല രീതിയിൽ ഉപദേശം ചെയ്യുമ്പോൾ 9 പ്രാവശ്യമായിട്ട് പറയണു, അത് നീയാകുന്നു മോനെ. ഈ പ്രപഞ്ചത്തിൻ്റെ ആ പരമമായിട്ടുള്ള കാരണം, അത് അതിൻ്റെ ലക്ഷണം ഇന്നതാണ്, അത് നീയും തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അത് നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ട ആ കുട്ടി ശ്വേതകേതു അത് വേണ്ട രീതിയിൽ അച്ഛനിൽ നിന്ന് ഗ്രഹിച്ച് നല്ല ജ്ഞാനിയായി മാറി എന്നാണ് ഉപനിഷത്തിലെ കഥ. അപ്പോൾ ആ സന്ദർഭത്തിൽ തത് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ കാരണം, പ്രപഞ്ചത്തിൻ്റെ നിയാമക ശക്തി. യാതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ആവിർഭവിച്ചത്, യാതൊന്നിലാണോ എല്ലാം നിലനിൽക്കുന്നത്, യാതൊന്നിലേക്കാണോ എല്ലാം ചെന്നു ചേരുന്നത്, യാതൊന്നാണോ ഈ പ്രപഞ്ച നിയമങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, നിയാമകനായിരിക്കുന്നത്, അങ്ങനെയുള്ള ഈശ്വരൻ എന്നും മറ്റൊക്കെ അറിയപ്പെടുന്നതായിട്ടുള്ള ആ വസ്തു, അതിനെയാണ് തത് പദം കൊണ്ട് ഉദ്ദേശിച്ചത്. ജഗത് കാരണം ബ്രഹ്മ എന്ന് ചുരുക്കി പറയാം. ജഗത് കാരണമായ ആ ബ്രഹ്മത്തെ ഉദ്ദേശിച്ചാണ് തത് എന്ന് പറഞ്ഞത്. അപ്പോൾ തത് പദത്തിൻ്റെ വാച്യാർത്ഥം ജഗത് കാരണം ബ്രഹ്മ. ത്വം പദം ഇപ്പോൾ ഈ ദേഹത്തിലും അതിനോട് ബന്ധപ്പെട്ട എല്ലാറ്റിലും അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉപാധികളിൽ ഞാനെന്ന് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ജീവനെ ഉദ്ദേശിച്ചിട്ടാണ് ത്വം എന്ന് പറഞ്ഞത്. വാച്യാർത്ഥത്തിൽ ഇത് വാച്യാർത്ഥമാണ്. അപ്പോൾ വാച്യാർത്ഥങ്ങൾ തമ്മിൽ ടാലിയാവോ? ഒരിക്കലും ഇല്ല. തത്വമസി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാച്യാർത്ഥം മാത്രം എടുത്താൽ ആ ജഗത് കാരണമായ ബ്രഹ്മവും ഈ അല്പനായിരിക്കുന്ന ഈ ഞാനും എങ്ങനെ ഒന്നാവും? ഈ ഉപാധികളാൽ പരിമിതനായിരിക്കുന്ന, ഒട്ടും ഒന്നിനും ശക്തിയില്ലാത്ത ഈ ഞാനും ഈ പ്രപഞ്ചം മുഴുവൻ വിരചിച്ച അനന്തശക്തിയുടെ ഉറവിടവുമായിരിക്കുന്ന ആ സർവജ്ഞനായ സർവശക്തനായ ആ ബ്രഹ്മതത്വവും ഞാനും തമ്മിൽ അതൊരിക്കലും ചേരില്ല. അപ്പോൾ ഇവിടെ വാച്യാർത്ഥമല്ല ഉദ്ദേശിച്ചത് തത്വമസി എന്ന ഇക്വേഷനിൽ. അപ്പോൾ പിന്നെ എന്താണ് അവിടെ എടുക്കേണ്ടത്? ഏതർത്ഥമാണ് അവിടെ എടുക്കേണ്ടത്? അപ്പോഴാണ് അതിൻ്റെ ലക്ഷ്യാർത്ഥത്തെ എടുക്കണം എന്ന് ശാസ്ത്രം പറയുന്നത്.
തത്വമസി എന്ന് പറയുമ്പോൾ തത്പദത്തിൻ്റെ ലക്ഷ്യത്തെയും ത്വം പദത്തിൻ്റെ ലക്ഷ്യത്തെയും എടുക്കണം. അല്ലാതെ അതിൻ്റെ ഉപരിപ്ലവമായിട്ട് അതിൽ ആരോപിതമായിട്ടുള്ള വാച്യാർത്ഥമല്ല എടുക്കേണ്ടത്, അവിടെ ലക്ഷ്യാർത്ഥമാണ് എടുക്കേണ്ടത്. അപ്പം അതിനാണ് ചില ലക്ഷണാവൃത്തികൾ എന്ന് പറയുന്നതായിട്ടുള്ള പ്രയോഗങ്ങൾ, ഒരു പ്രക്രിയ. മുമ്പ് ഞാൻ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചു, നമ്മുടെ വിഷ്ണു പാദാതികേശ സ്തോത്രത്തിലാണ് തോന്നുന്നു, ആ ലക്ഷണാവൃത്തികളെക്കുറിച്ച്. ജഹാജഹൽ ലക്ഷണ അല്ലെങ്കിൽ ഭാഗത്യാഗ ലക്ഷണ എന്നുള്ളതായിട്ടുള്ള ലക്ഷണാവൃത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടാലി ചെയ്യേണ്ടത്. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത് ഈ ഭാഗത്യാഗ ലക്ഷണം അല്ലെങ്കിൽ ജഹാജഹൽ ലക്ഷണ എന്നുള്ളതായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ്. അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരിക. നമ്മൾ ഈ ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ പലതരത്തിലുള്ളതായിട്ടുള്ള പ്രയോഗങ്ങൾ ചെയ്യാറുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ അവനാൾ പുലിയാണ് എന്ന് എത്രയോ പ്രയോഗിക്കാറുണ്ട്. അവനാൾ പുലിയാണ്, അപ്പോഴേക്കും വേറൊരാൾ പുലിയല്ല പുപ്പുലിയാണ് എന്നൊക്കെ ഇന്നത്തെ ഭാഷ, അല്ലേ? അപ്പോൾ ആ പുലിയാണ് എന്ന് പറയുമ്പോൾ അവനെന്താ വാലും ദംഷ്ട്രകളും 4 കാലിൽ നടക്കുന്ന ദേഹം മുഴുവൻ പുള്ളികളും ഉള്ളതായിട്ടുള്ള വന്യജീവിയാണ് എന്നാണോ അർത്ഥം? ആ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലായി എന്താണ് ആള് പുലിയാണ് എന്ന് പറഞ്ഞപ്പോൾ. അതേസമയം അവൻ ആള് കുറുക്കനാണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. ഒരാളുടെ പുലി എന്ന് പറയുന്ന അവൻ്റെ ആ ശൗര്യത്തെ കുറിച്ച് പറയുകയാണ്. അവൻ പുലിയെ പോലെ പരാക്രമിയാണ്, അവനാള് സ്മാർട്ടാണ്, അവൻ നല്ല കഴിവുള്ളവനാണ്, ഏത് കാര്യത്തിലും പോയാൽ ജയിച്ചിട്ടേ വരുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. നരവ്യാഗ്രനാണവൻ, നരസിംഹമാണവൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം, അവാർഡുകളൊക്കെ കൊടുക്കാം, അല്ലേ? അതേപോലെ കുറുക്കനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഉടനെ മനസ്സിലാക്കി കുറുക്കൻ്റെ സ്വഭാവം എന്താന്ന്. ആ കുറുക്കൻ്റെ സ്വഭാവത്തെയാണ് ഇവിടെ കാണേണ്ടത് നമ്മൾ. അപ്പോൾ ആ കുറുക്കൻ എന്ന വാക്കിനെ വിട്ടു, നമ്മൾ ആ വാക്യാർത്ഥം വിട്ടു. അവനാൾ കുറുക്കൻ എന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ അവൻ്റെ ശരീരത്തെ കുറുക്കൻ്റെ ശരീരം പോലെ എന്നല്ല കാണുന്നത്. ആ കുറുക്കൻ്റെ സ്വഭാവം ഇവന് ഉണ്ട് എന്ന ലക്ഷ്യാർത്ഥമാണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? അടിപൊളി എന്നൊക്കെ ഒന്ന് ഉപയോഗിക്കാറുണ്ട് പദങ്ങൾ. അതും എന്താ അർത്ഥം? ഇപ്പോൾ നമ്മൾ അതിൻ്റെ ലക്ഷ്യാർത്ഥത്തെയാണ് എടുക്കുന്നത്, അല്ലേ? ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എങ്ങനെയുണ്ട് പായസം, എങ്ങനെയുണ്ട്? നല്ലൊരു പായസം കുടിക്കാൻ കൊടുത്തിട്ട് ചോദിക്കണം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. കണ്ട സിനിമ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ സ്വാമിയുടെ ക്ലാസ് എങ്ങനെയുണ്ട്? അതും അടിപൊളി. സ്വാമി എന്താ ക്ലാസ് അടിച്ചു പൊളിക്കായിരുന്നു? ഇവിടെ എന്തെങ്കിലുമൊക്കെ അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള അജ്ഞാനത്തിൻ്റെ കരിമ്പാറകളെയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് നമ്മൾ ശാസ്ത്രങ്ങളെ കൊണ്ട്. അപ്പോൾ അടിപൊളി എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ ലക്ഷ്യാർത്ഥമാണ് നമ്മൾ എടുക്കുന്നത്. അവൻ ഉദ്ദേശിച്ചത് നല്ല ഗംഭീരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്, നല്ല സ്വാദുള്ളതാണ് എന്നൊക്കെ അർത്ഥത്തിലാണ് ആ അടിപൊളി എന്നുള്ള പ്രയോഗം. അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ നിത്യേന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലൊരു അർത്ഥമാണ് ഇവിടെയും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് ഭാഗത്യാഗ ലക്ഷണ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരും. ഈ ഭാഗത്യാഗ ലക്ഷണയ്ക്ക് ജഹാജഹൽ ലക്ഷണ എന്നും പേരുണ്ട്. അപ്പോൾ ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ, ഇത് രണ്ടിനും ഉദാഹരണം പറഞ്ഞു തന്നിട്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു ലക്ഷണമാണ് ജഹാജഹൽ ലക്ഷണ എന്ന്. ജഹൽ ലക്ഷണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാച്യാർത്ഥത്തെ വിട്ട് ലക്ഷ്യാർത്ഥം സ്വീകരിക്കുക. അപ്പോൾ ഇവിടെ ഉദാഹരണം പറയുക. എവിടെയാ വീട് എന്ന് ചോദിച്ചാൽ
ഗുരുവായൂർ നടയില, ഗുരുവായൂർ കിഴക്കേ നടയില എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഗോപുരത്തിൻ്റെ മുമ്പിലാണ് ഇയാളുടെ വീട് എന്നാണോ നമ്മുടെ ഉദ്ദേശം? എന്നാൽ പിന്നെ ആളുകൾക്ക് തൊഴാൻ വഴി നടക്കണ്ടേ ആ വഴിക്ക്? ഗുരുവായൂർ നടയിലാണെന്ന് പറയും, ഗുരുവായൂർ കിഴക്കേ നടയില എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തെ നമ്മൾ സ്വീകരിക്കും, പക്ഷേ അതിൻ്റെ കിഴക്കേ നട ഏതുവരെ നമുക്ക് അറിയാം അവിടെ എന്തൊക്കെയാണ് വ്യവസ്ഥകളുള്ളതെന്ന്. അത് കഴിഞ്ഞിട്ട് എത്ര ദൂരെയായിരിക്കും വീട് എന്നൊക്കെ നമുക്കറിയാം. അവിടെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഏത് ഭാഗത്താണെന്ന് പിന്നെ ചോദിച്ച് മനസ്സിലാക്കും നമ്മൾ. മഞ്ജുളാലിൻ്റെ അടുത്താണോ, എലൈറ്റ് ഹോട്ടലിൻ്റെ അടുത്താണോ, ശ്രീകൃഷ്ണ ഇന്നിൻ്റെ അടുത്താണോ, അല്ലേ, രുക്മിണി മണ്ഡപത്തിൻ്റെ അടുത്താണോ, ഏത് ഭാഗത്താണെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ അപ്പോൾ കിഴക്കേ നടയിലാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നടയിൽ ഗോപുരം അടച്ച് ഇപ്പം വീട് കെട്ടിയിരിക്കണു, വഴി നടക്കാൻ നിവൃത്തിയില്ലാതെ എന്ന് അർത്ഥം എടുക്കില്ല. അപ്പോൾ വാച്യാർത്ഥം നമ്മൾ വിടും, ആ പരിസരത്തെ എടുക്കും. അതിന് ഉദാഹരണം പണ്ട് പറയുക ഗംഗായാം ഘോഷഃ എന്ന്. ഗംഗയിൽ ഇടയക്കുടി എന്ന് പറഞ്ഞാൽ ഗംഗാ തീരത്താണ് ഇടയക്കുടി എന്നാണ് അർത്ഥം. ഗംഗയിൽ ഒഴുകി നടക്കുകയല്ല ഇടയക്കുടി, ഗംഗാ തീരത്താണ് ഇടയക്കുടി. ഘോഷം എന്നാൽ ഇടയക്കുടിയുടെ പേരാണ്. ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ഇടയന്മാർ പശുക്കളെ മാട്ടിക്കൊണ്ടുപോകുന്ന യാത്രയ്ക്ക് പേരാണ് ഘോഷയാത്ര. യഥാർത്ഥ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇടയന്മാർ പശുക്കളെ മാട്ടിക്കൊണ്ടുപോകുന്ന യാത്ര. ആ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. പശുക്കളെ എന്താ പറയുക, പേടിപ്പിക്കാനൊക്കെ ആയിട്ട് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും, ചില പേരുകളൊക്കെ വിളിക്കും. ആകെ കൂടി ബഹളമായിരിക്കും കൂട്ടത്തോടു കൂടി പശുക്കൾ പോകുമ്പോൾ. ആ യാത്രയ്ക്ക് പേരാണ് ഘോഷയാത്ര. അത് നമ്മൾ ഇന്ന് പല യാത്രകൾക്കും കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ വന്നു ചേർന്ന അർത്ഥമാണ് ഘോഷയാത്ര എന്നുള്ളത്. ഏത് യാത്രയ്ക്കും, ഏത് ആൾക്കൂട്ടത്തിൻ്റെ യാത്രയ്ക്കും, ഏത് ഉത്സവ യാത്രയ്ക്കും നമ്മൾ എന്ത് പറയുന്നു? ഘോഷയാത്ര എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ആട്ടിടയന്മാർ പശുക്കളെയും കൊണ്ടുപോകുന്ന യാത്രയാണ്. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ഒരു ഒന്നൊന്നര കാഴ്ചയാണത്. ചുറ്റും കാണാൻ വഴിനീളെ ഗോപികമാർ കാത്തു നിൽക്കും, രാവിലെ പോകുമ്പോഴും വൈകുന്നേരം വരുമ്പോഴും, അല്ലേ? എന്തൊക്കെ ഭൂഷാദികളോട് ഭഗവാൻ ഇവിടുന്ന് രാവിലെ പോകുമ്പോൾ അമ്മ അണിയിച്ചൊരുക്കിയതായിട്ടുള്ള വേഷങ്ങളുമായിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ കാട്ടിൽ നിന്നുള്ളതായിട്ടുള്ള ചില വേഷങ്ങളുമായിട്ടാണ് തിരിച്ചു വരിക. അവിടെയുള്ളതായിട്ടുള്ള കാട്ടുപൂക്കളൊക്കെ എടുത്ത് തലയിലും കഴുത്തിലും മാലകളും ചെവിയിലും, അല്ലേ, ലോലാക്ക് പോലെയൊക്കെ കെട്ടിത്തൂക്കിയിട്ടും പീലിക്ക് ഒപ്പമായിട്ട് കുറേ പൂക്കളൊക്കെ ചൂടിയിട്ടും ചില ഇലകളെ കൊണ്ട് ചില ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി കൂട്ടുകാർ ധരിപ്പിച്ചിട്ടും, അങ്ങനെ ചില പഴുത്ത പഴങ്ങളൊക്കെ മാല പോലെ കഴുത്തിൽ തൂക്കിയിട്ടും എങ്ങനെയൊക്കെ ഭഗവാൻ വരുന്നറിയോ? വരുമ്പോൾ ഓടക്കുഴൽ ഊതിക്കൊണ്ടുള്ളതായിട്ടുള്ള ഒന്നൊന്നര വരവ്. ലക്ഷക്കണക്കിന് പശുക്കളെയും പശുക്കുട്ടികളെയും കൂട്ടിക്കൊണ്ടുള്ള ആ ഇടയന്മാരുടെ ഒരു വരവ്, അതിനെയാണ് ഘോഷയാത്ര എന്ന് പറയുക. അതാണ് യഥാർത്ഥ ഘോഷയാത്ര. പക്ഷെ നമ്മളിന്നിപ്പോൾ ഘോഷയാത്ര എന്ന് പറയുമ്പോൾ എല്ലാ യാത്രകൾക്കും ഘോഷയാത്ര എന്ന് പേരിട്ടു. ഇപ്പോൾ പറഞ്ഞു വന്നത് ഗംഗായാം ഘോഷഃ. ഗംഗയിൽ ഇടയക്കുടി എന്നാണ്. ഗംഗായാം എന്നുള്ളത് സപ്തമി വിഭക്തിയാണ്, അതിൽ എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഗംഗയിൽ ഇടയക്കുടി എന്നായി. അപ്പോൾ നമ്മൾ അതാണോ അർത്ഥമെടുക്കുക? ഗംഗയിൽ ഒഴുകി നടക്കുന്നു അവൻ്റെ ഇടയക്കുടി. അയ്യോ പാവം, ദിവസവും അവന് സ്ഥലം മാറിക്കൊണ്ടേയിരിക്കണമല്ലോ, അല്ലേ? അവൻ അവസാനം അറബിക്കടലിൽ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോയി ചേരൂലോ എന്നല്ല. നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു ഗംഗാ തീരം എന്ന്. അപ്പോൾ അവിടെ വാച്യാർത്ഥത്തെ വിട്ട് വേറൊരു അർത്ഥത്തെ നമ്മൾ സ്വീകരിച്ചു. അതുപോലെ വേറൊരു ഇതാണ് അജഹൽ ലക്ഷണം എന്ന് പറയുന്ന ലക്ഷണം. ഇത് ജഹൽ ലക്ഷണത്തിന് ഉദാഹരണമാണ്. വാച്യാർത്ഥം ത്യജിച്ച് വേറൊരു അർത്ഥം സ്വീകരിക്കുന്നത്. അതുപോലെ അജഹൽ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തെ ഒന്നും ഉപേക്ഷിക്കാതെ വേറൊന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് അർത്ഥം മനസ്സിലാക്കുക. അതാണ് കുതിരപ്പന്തയങ്ങളൊക്കെ നടക്കുന്ന രംഗത്ത് ശ്വേതോ ധാവതി എന്ന് പറയും. അതാ ചുവപ്പ് ഓടുന്നു, ശ്വേതം വെളുപ്പ്, വെളുപ്പ് ഓടുന്നു. ഷോണോ ധാവതി, ചുവപ്പ് ഓടുന്നു എന്നൊക്കെ
തമ്മിൽ തമ്മിൽ പറയും ആ ചുവപ്പാണ് മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ചുവപ്പ് എന്നുള്ളൊരു വർണ്ണം തന്നെ ഓടുകയില്ല. അപ്പോൾ ആ ചുവപ്പ് വർണ്ണം എന്തിനാണ്? അവിടെ കുതിരയാണ് വിഷയം. അപ്പോൾ ചുവപ്പ് വർണ്ണത്തിലുള്ള കുതിര എന്ന് അർത്ഥം ചേർത്തെടുക്കുന്നു. ആ ചുവപ്പിനോട് കുതിരയെ ചേർത്ത് അർത്ഥം ഗ്രഹിക്കുന്നതാണ് അജഹൽ ലക്ഷണം. അപ്പോൾ ചുവപ്പിനെ വിട്ടില്ല, കൂട്ടത്തിൽ കുതിരയെ കൂടി കൂട്ടി. അപ്പോൾ അജഹൽ ലക്ഷണ എന്ന് അതിന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ധാരാളം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രയോഗമാണ് ജഹാജഹൽ ലക്ഷണ അല്ലെങ്കിൽ ഭാഗത്യാഗ ലക്ഷണ. അതിന് ഉദാഹരണമായിട്ട് പറയുന്ന പദമാണ് സോയം ദേവദത്തഃ എന്ന്. സോയം ദേവദത്തഃ. സഹ എന്ന് പറയുമ്പോൾ അവൻ എന്നാണ് അർത്ഥം. അയം എന്ന് പറഞ്ഞാൽ ഇത്, ഇവൻ എന്നാണ് അർത്ഥം. ദേവദത്തഃ അതൊരു പേരാണ്. അപ്പോൾ അവൻ, ഇവൻ, ദേവദത്തൻ, ഇവിടെ ആ അക്ഷരങ്ങൾ, ആ വാക്കുകളുടെ അർത്ഥം. അപ്പോൾ എന്താണ് പറഞ്ഞത്? അതിൻ്റെ അർത്ഥം ആ ദേവദത്തൻ തന്നെയാണ് ഈ ദേവദത്തൻ എന്നാണ് പറഞ്ഞത്. പറഞ്ഞതിൻ്റെ അർത്ഥം സഹ എന്ന് പറഞ്ഞപ്പോൾ ഏതോ എന്താ പറയുക, പരോക്ഷമായിരുന്ന ഒരു ദേവദത്തനെ കുറിച്ചാണ് സഹ എന്ന് പറയുക. എന്ന് വെച്ചാൽ അത് എന്ന് പറയണമെങ്കിൽ നമ്മൾ പ്രത്യക്ഷമായി നമ്മുടെ അടുത്തിരിക്കുന്നതിനെയൊക്കെ നമ്മൾ ഇത് എന്നാണ് വ്യവഹരിക്കുക, അല്ലേ? ദിസ് എന്നാ പറയുക. ദൂരെയുള്ളതിനെയാണ് അത് എന്ന് പറയുക. അപ്പോൾ ഏതോ ദേശത്ത് ഏതോ കാലത്തുണ്ടായിരുന്ന ഒരു ദേവദത്തനെ കുറിച്ച് പറയുന്നതാണ് സഹദേവദത്തഃ, ആ ദേവദത്തൻ എന്ന്. അയം ദേവദത്തഃ എന്ന് പറയുമ്പോൾ, ഇവൻ ദേവദത്തൻ എന്ന് പറയുമ്പോൾ ഈ ദേശത്ത് ഈ കാലത്ത് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന, പ്രസന്റ് ആയിരിക്കുന്ന ദേവദത്തൻ. അപ്പോൾ ആ ദേവദത്തൻ തന്നെയാണ് ഈ ദേവദത്തൻ എന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം. സ്വയം ദേവദത്തഃ എന്ന്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ചേരുന്നില്ല. കാരണം നമ്മൾ ആ ദേശത്ത് അന്ന് കണ്ടിട്ടുള്ളതായിട്ടുള്ള ദേവദത്തൻ്റെ ലക്ഷണങ്ങളൊക്കെ വേറെ, ഈ ദേശത്ത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദേവദത്തന്റെ ലക്ഷണങ്ങൾ അത്യന്ത വിരുദ്ധം. ഒട്ടും ചേരാൻ വഴിയില്ല. എങ്ങനെ ചേരും? അന്ന് കണ്ടിരുന്ന ആ ദേവദത്തൻ വളരെ ദരിദ്രനും ദീനനും, മൂക്ക് വലിച്ച് വെള്ളി ട്രൗസർ ഇട്ട്, നല്ലൊരു ട്രൗസർ പോലും ഇടാനുണ്ടായിരുന്നില്ല, കീറ ട്രൗസർ ഇട്ടിട്ടാണ് ഓടി നടന്നിരുന്നത്. അങ്ങനെ നടന്നിരുന്നതായിട്ടുള്ള ആ ചെക്കൻ ഇപ്പോൾ ദാ തടിച്ചു കൊഴുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട്, നല്ല സ്വർണ്ണ ഫ്രെയിം കണ്ണടയൊക്കെ വെച്ച് നല്ല ബെൻസ് കാറിലൊക്കെ വന്ന് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് ആളുകൾക്ക് തമ്മിൽ അവിടെ ഒരു എന്താ പറയുക, നാലും കൂടിയ ജംഗ്ഷനിൽ കടകളിലൊക്കെ ഇരുന്ന് കാണുന്നതായിട്ടുള്ള ആളുകൾ തമ്മിലാണിത് നോക്കുന്നത്, ആരാ അത് പുതിയൊരാള് എന്ന്. അപ്പോഴാണ് ഈ രണ്ട് കാലത്തും ഈ ആളെ അറിഞ്ഞിരുന്ന, ഇടക്കാലത്ത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന, ഇയാളുമായിട്ട് എപ്പോഴും ബന്ധം സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരാള് ഇടയിൽ നിന്ന് പറയുന്നത്. ഈ മറ്റുള്ളവർ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് നമ്മുടെ പഴയ ദേവദത്തൻ തന്നെയാണ്, നമ്മുടെ പഴയ ദേവദത്തൻ തന്നെയാണ് എന്ന് പറയണം. ഇത് അതേ ദേവദത്തൻ തന്നെ എന്ന് പറയുമ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഈ ദേവദത്തനെ മനസ്സിലാകാതിരുന്നതായിട്ടുള്ള ആളുകളൊക്കെ അവരെന്ത് ചെയ്യണു? അവരുടെ ഉള്ളിലൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഉടനെ തന്നെ ആ ദേവദത്തൻ്റെ എല്ലാ വിശേഷണങ്ങളെയും അവർ അഴിച്ചു കളഞ്ഞ് അതിൽ പൊതുവായി ഉണ്ടായിരുന്ന ഒരു ദേവദത്തനും ഇപ്പോൾ ഉള്ള ദേവദത്തൻ്റെ വിശേഷണങ്ങളെയൊക്കെ അഴിച്ചു കളഞ്ഞ് ഇപ്പോൾ കാണുന്ന ദേവദത്തനിലും എന്താണ് സാമാന്യമായിട്ട് ലക്ഷണങ്ങൾ ഒത്തുവരുന്നത്? ആ ഐഡന്റിഫിക്കേഷൻ മാർക്സ് നോക്കും, നല്ലോണം അങ്ങോട്ടും അങ്ങോട്ടും നോക്കും. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലാണ് നോട്ടം, അന്നത്തെ ദേവദത്തനെയും ഇന്നത്തെ ദേവദത്തനെയും. അപ്പോൾ ഏതൊക്കെയോ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ ഒത്തുവരുന്നുണ്ട്. അതേ മൂക്ക്, അതേ കോങ്കണ്ണുണ്ട് അവന്, ചെറുതായിട്ട് ആ കോങ്കണ്ണുണ്ട്. നോക്കിയപ്പോൾ ആ മുഖത്ത് ചില പുള്ളികളൊക്കെ ഉണ്ട്, അതേ പുള്ളികൾ തന്നെ, അതേ മാറ്റമില്ല. നടത്തം അതേ പഴയ നടത്തം തന്നെയാണ്. ചെറിയൊരു ഇടതുവശത്തേക്കൊന്ന് വലിക്കുന്നുണ്ട്, മോഹൻലാലിനെ പോലെ.
അങ്ങനെ ഓരോ ലക്ഷണങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അന്നത്തെ ലക്ഷണങ്ങളിൽ പലതും ഇന്ന് നമ്മൾ കണ്ടെത്തും, ബാക്കി പലതും അന്നത്തെയും നമ്മൾ വിടും. അപ്പോൾ പൊതുവായിരിക്കുന്ന ചില ലക്ഷണങ്ങളെ സ്വീകരിച്ച് വിരുദ്ധങ്ങളായിരിക്കുന്ന ലക്ഷണങ്ങളെ ഉപേക്ഷിച്ച് ആളെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. അതെ അതെ, അവൻ തന്നെ ഇവൻ എന്ന് നമ്മുടെ ഉള്ളിലും ആ ഉപദേശിച്ച അയാൾ സ്വയം ദേവദത്ത എന്ന് പറഞ്ഞ ആളുടെ വാക്കിനെ നമ്മൾ വിശ്വസിച്ച്, കാരണം അയാൾ പറഞ്ഞ ആള് നമ്മൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്, വെറുതെ ബ്ലണ്ടർ അടിക്കുന്ന ആളല്ല, നമ്മളെ പറ്റിക്കുന്ന ആളല്ല. പറഞ്ഞ ആള് വിശ്വാസയോഗ്യനായിട്ടുള്ള ആളാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വിചാരം ചെയ്തപ്പോൾ നമുക്ക് ബോധ്യം വന്നു, ഇത് പഴയ ദേവദത്തൻ തന്നെയാണ്. ഈ ദേവദത്തന്റെ പകരം നിങ്ങളുടെ ഏത് പേര് വേണമെന്ന് ചേർത്തോളൂ. ഗോപാലനെന്നോ ഗോവിന്ദനെന്നോ രാമനെന്നോ കൃഷ്ണനെന്നോ അച്യുതനെന്നോ നാരായണനെന്നോ എന്ത് വേണമെങ്കിൽ ചേർത്തോളൂ, നിങ്ങൾക്കറിയാവുന്ന ആള്. ഇവിടെ നമ്മുടെ വേദാന്ത ടെക്സ്റ്റുകളിലൊക്കെ എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരാണ് ദേവദത്തൻ. അപ്പോൾ ആ ദേശത്തും ആ കാലത്തും കണ്ടിരുന്ന ആ ദേവദത്തന്റെ എല്ലാ വിശേഷണങ്ങളെയും മാറ്റിവെച്ച് ഈ ദേശത്തും ഈ കാലത്തും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദേവദത്തന്റെ വിശേഷണങ്ങളെയും നമ്മൾ നീക്കിയിട്ട് പൊതുവായി എന്താണോ ഉള്ളത് ആ സാരത്തെ നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് ദേവദത്തൻ, ആ ദേവദത്തൻ തന്നെയാണ് ഈ ദേവദത്തൻ എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ, ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്, അത് ശരിയാണെന്ന് ബോധ്യം വരുന്നത്. അതുപോലെയാണ് ഈ തത്വമസി മഹാവാക്യത്തിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത്. തത് ത്വം അസി എന്ന് പറയുമ്പോൾ തത് പദം കൊണ്ട് വിശേഷിപ്പിച്ചതായിട്ടുള്ള ജഗത് കാരണം ബ്രഹ്മ എന്ന് പറഞ്ഞ ആ ബ്രഹ്മത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള വിശേഷണങ്ങളാണ് സർവജ്ഞത്വം, സർവശക്തിത്വം, സർവവ്യാപകത്വം, സർവാന്തര്യാമിത്വം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള എന്തൊക്കെ വിശേഷ ഗുണങ്ങളുണ്ടോ അതിനെയൊക്കെ മാറ്റി ഇവിടെ അല്പത്വം, അല്പശക്തിത്വം, അല്പവ്യാപകത്വം, അല്പജ്ഞത്വം മുതലായി ജീവനിൽ ആരോപിച്ചിരിക്കുന്നതായിട്ടുള്ള ഏതെല്ലാം വിശേഷണങ്ങളുണ്ടോ ആ കുപ്പായങ്ങളും ആ ഉപാധികളെയും എല്ലാം അഴിച്ചു മാറ്റി. എന്നിട്ട് വിചാരം ചെയ്യണം. ബാക്കി ശേഷിക്കുന്നത് എന്താണ്? ഈ ഉപാധികളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ അവിടെയും ശേഷിക്കുന്നത് സച്ചിദാനന്ദം ബ്രഹ്മ, ഇവിടെയും ശേഷിക്കുന്നത് സച്ചിദാനന്ദം ആത്മാ. എന്റെ സ്വരൂപം സച്ചിദാനന്ദമായ ആത്മാവാണ്. ഇതിനെ ആത്മാ എന്ന് പറയുന്നു, അതിനെ ബ്രഹ്മം എന്ന് പറഞ്ഞു. രണ്ടിൻ്റെയും പൊതുവായിട്ടുള്ളത് സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം. അതാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു, വേദം പറഞ്ഞിരിക്കുന്നു, സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന്. അപ്പൊ പിന്നെ എൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ നല്ലോണം വിചാരം ചെയ്യണം. ഞാൻ സച്ചിദാനന്ദമാണോ? ആണോ? സംശയമുണ്ട് ഇപ്പോൾ. അപ്പൊ അത് വിചാരം ചെയ്യാൻ ഒരുപാട് പണിയുണ്ട്. ഇപ്പൊ ഞാൻ അസത്തും അചിത്തും ദുഃഖസ്വരൂപിയുമാണ്. ഇപ്പൊ ഈ ഉപാധികളുമായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിച്ചതുകൊണ്ട്, ഞാൻ വിചാരം ചെയ്യാത്തത് കൊണ്ട് ഞാൻ വിരുദ്ധ ധർമ്മങ്ങളോട് കൂടിയവനാണ്. ഞാൻ സത്തല്ല, ഞാൻ അസത്താണെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഞാൻ ഉണ്ടായവനാണ്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് എനിക്ക്. ഞാൻ പിറന്നാളുകൾ എല്ലാ വർഷവും ആചരിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. ഞാൻ വിളക്ക് ഊതിക്കെടുത്തി, കേക്ക് മുറിച്ച്, ബഹളങ്ങൾ ഉണ്ടാക്കി, പാർട്ടി നടത്തി ഞാൻ എൻ്റെ പിറന്നാളുകൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ജന്മദിനമുണ്ട് എനിക്ക്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ മരിക്കുമെന്നുള്ളതായിട്ടുള്ള ഭയം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ സത്താവും? അസത്തല്ലേ ഞാൻ? പിന്നെ ചിത് സ്വരൂപമാണ് എൻ്റെ ആത്മസ്വരൂപം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. പക്ഷെ എൻ്റെ അനുഭവം ഈ ജഡമായിട്ടുള്ള ശരീര മനോബുദ്ധികളാണ് ഞാനെന്നുള്ളതായിട്ടുള്ള ധാരണയാണ് എനിക്ക്. അത്യന്ത ജഡങ്ങളായിരിക്കുന്ന, അത്യന്ത മലിനങ്ങളായിരിക്കുന്ന വസ്തുക്കളെയാണ് ഞാനെന്ന് കരുതിയിരിക്കുന്നത് ഞാൻ. അപ്പൊ ഞാൻ ആരാ? ചിത്തോ അചിത്തോ?
പിന്നെ എൻ്റെ സ്വഭാവം ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാനെങ്ങനെ ആനന്ദമാകും എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ എങ്ങനെ സച്ചിദാനന്ദം ആയിട്ട് തോന്നുന്നു? ഇല്ല, ഞാൻ ഒരിക്കലും അതല്ല എന്നാ പറയുന്നത് മൂഢന്മാർ. അപ്പോൾ അവിടെയാണ് നമുക്ക് നമ്മുടെ സ്വരൂപത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യാനുള്ളത്. നമ്മുടെ സ്വരൂപം സത്ത് ചിത്ത് ആനന്ദമാണ് എന്ന് നമുക്ക് ഇവിടെ തന്നെ ഇപ്പം തന്നെ നമുക്ക് ഇരുന്ന് ചിന്തിച്ച് ബോധ്യം വരാം. അതിനുള്ള വഴിയുണ്ട്. അത് നമുക്ക് നാളെ ചെയ്യാം. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന നമ്മളെ യഥാർത്ഥ നമ്മുടെ സ്വരൂപം സച്ചിദാനന്ദമാണ് എന്ന് എങ്ങനെ വിചാരം ചെയ്യാം? അങ്ങനെ വേർതിരിച്ച് നമുക്ക് സച്ചിദാനന്ദം, നമ്മുടെ സ്വരൂപം സച്ചിദാനന്ദമാണെന്ന് ബോധ്യം വരുമ്പോൾ, ആ ബ്രഹ്മത്തിൻ്റെ ലക്ഷണം സച്ചിദാനന്ദമാണെന്ന് അറിയുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളതായിട്ടുള്ള ഐക്യം എന്താണെന്നും കൂടി നമുക്ക് ബോധ്യം വരും. നമുക്ക് നാളെ ഒന്നുകൂടെ കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. 11 മണിക്ക് നാരായണീയവുമായിട്ട് കാണാം. വൈകിട്ടും കാണാം ദേവി മഹാത്മ്യവുമായിട്ട്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ.